Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് റീഹീറ്റിംഗ് ഇൻ ഗ്യാസ് ടർബൈൻ. ഓക്കെ, അപ്പോൾ ഗ്യാസ് ടർബൈൻ സൈക്കിൾ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ പ്ലാനിലെ റീഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഇംപ്രൂവിങ് തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഗ്യാസ് ടർബൈൻ ആണ്. അപ്പോൾ നമ്മളതിൽ 3 മെത്തേഡ്സാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റീജനറേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് മെത്തേഡാണ് റീഹീറ്റിംഗ് ആൻഡ് വൺ മോർ മെത്തേഡ് ഉണ്ട് ഇൻ്റർകൂളിംഗ്. ഓക്കെ, അപ്പോൾ റീഹീറ്റിംഗ് പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്യാസ് ടർബൈൻ വിത്ത് റീഹീറ്റർ ഉള്ള ഒരു ഗ്യാസ് ടർബൈൻ്റെ ഗ്യാസ് ടർബൈൻ വിത്ത് റീഹീറ്ററിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു സിമ്പിൾ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ സ്കിമാറ്റിക് ഫിഗർ എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൽ 3 കോമ്പണൻസ് ആണുള്ളത്. കംപ്രസർ ഉണ്ടാവും, കമ്പഷൻ ചേമ്പർ ആൻഡ് ടർബൈൻ ഉണ്ടാവും അല്ലേ. കംപ്രസറിൽ 1 to 2 അത് കംപ്രഷനാണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. സെക്കൻഡ് 2 to 3 കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് എഡീഷൻ ആണ്. ആൻഡ് 3 to 4 എക്സ്പാൻഷൻ ആണല്ലേ. അതൊക്കെ ഐഡിയൽ കേസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഇൻ ദ ടർബൈൻ. ഇപ്പോൾ ഒരു റീഹീറ്റിംഗ് കേസിൽ ഉള്ള ഫിഗർ നമ്മൾ നോക്കുകയാണ്. നമുക്കറിയാം ഇവിടെ 2 ടർബൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് എ ഹൈ പ്രഷർ ടർബൈൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ ലോ പ്രഷർ ടർബൈൻ. സോ ഇവിടെ നിന്ന് നമുക്ക് കമ്പഷൻ ചേമ്പറിൽ നിന്ന് വരുന്ന ഗ്യാസിനെ നമ്മൾ 2 സ്റ്റേജായിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഹൈ പ്രഷർ ടർബൈൻ ഒരു പാർഷ്യൽ എക്സ്പാൻഷൻ നടക്കും. ഇപ്പോൾ റിമൈനിങ് എക്സ്പാൻഷൻ വിൽ ബി ഡൺ അറ്റ് ലോ പ്രഷർ ടർബൈൻ. സോ ഇൻ ബിറ്റ്വീൻ ദ ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ ടർബൈൻ വി ആർ കണക്ടിങ് ദി റീഹീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് 1 പോയിൻറ്റ് നമ്മൾ എന്താണ് എയർ ആണ് ഇൻലെറ്റിൽ എടുക്കുന്നത് അല്ലേ. സോ എയർ ഈസ് ഗിവൺ ടു ദ കംപ്രസർ, വർക്ക് ഈസ് ഡൺ ഓൺ ദ കംപ്രസർ. സോ ദ പ്രഷർ ഓഫ് ദ എയർ ഈസ് ഇൻക്രീസ്ഡ്, ഓൾസോ സം ടെമ്പറേച്ചർ ഓൾസോ വിൽ ബി ഇൻക്രീസ്ഡ്. 2 പോയിൻറ്റ് നമ്മൾ നേരെ 2 പോയിൻറ്റിൽ എയറിനെ കംപ്രസ്ഡ് എയറിനെ നമ്മൾ കമ്പഷൻ ചേമ്പറിൽ കൊണ്ടുപോയി അവിടുന്ന് കമ്പഷൻ നടന്നു അല്ല. ഇറ്റ് വിൽ ബി മിക്സ്ഡ് വിത്ത് ദ ഫ്യൂവൽ ആൻഡ് കമ്പഷൻ പ്രോസസ് വിൽ ടേക്ക് പ്ലേസ് ദ. 0.3 എയറിന് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കും. 0.3 ആ ഗ്യാസിനെ നമ്മൾ ഈ ഹൈ പ്രഷർ ടർബൈനിലേക്ക് കടത്തി വിട്ടു. അവിടെ നിന്ന് അത് പാർഷ്യൽ എക്സ്പാൻഷൻ നടന്നു. പാർഷ്യൽ എക്സ്പാൻഷനിൽ നമുക്ക് കുറച്ച് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ കംപ്ലീറ്റ് വർക്ക് ഔട്ട്പുട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കും. അതിനുശേഷം അതിൻ്റെ എക്സോസ്റ്റിൽ വന്ന ഗ്യാസ് 0.4 ഇപ്പോൾ നമുക്കറിയാം 0.4 ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി കൂളർ ദാൻ ദാറ്റ് അറ്റ് ദ 0.3. 0.3 കൂളായിരിക്കും 0.4 ടെമ്പറേച്ചർ. ബട്ട് ഇറ്റ് വിൽ ബി മോർ ടെമ്പറേച്ചർ ദാൻ അറ്റ് 1 പോയിൻറ്റിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക 0.4. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അറ്റ് ലോ ടെമ്പറേച്ചർ ദാൻ അറ്റ് 0.3. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 0.4 എന്നത് എവിടെയാണ്, റീഹീറ്ററിലേക്കാണ് പോകുന്നത്. റീഹീറ്ററിൽ അഗെയിൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അവിടത്തേക്ക് നമ്മൾ 0.4 ഈ ഗ്യാസിനെ നമ്മൾ കടത്തി വിടുന്നത് ഈ റീഹീറ്റിലേക്കാണ്. റീഹീറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി. അപ്പോൾ 0.5 വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ആയി. സോ നൗ ദ ടെമ്പറേച്ചർ അറ്റ് 0.5 വിൽ ബി ഈക്വൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ് 0.3. എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല, അത് കുറവാവാനും മതി. പക്ഷേ നമ്മളൊരു ഐഡിയൽ കേസിൽ എടുക്കുകയാണെങ്കിൽ T3 വിൽ ബി ഈക്വൽ ടു T5 എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് റീഹീറ്റിങ്ങിൻ്റെ കേസിൽ T5 വിൽ ബി ഈക്വൽ ടു T3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ് റീഹീറ്റിംഗ് ആണ് നമ്മൾ ഈ ഐഡിയൽ ഫിഗറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 4 5 നമ്മൾ വീണ്ടും റീഹീറ്റർ വെച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടി. അഗെയിൻ അതിനെ നമ്മൾ ഈ ലോ പ്രഷർ ടർബൈനിലേക്ക് കൊണ്ടുപോയി അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചു. നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് നമുക്ക് ജനറേറ്ററിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ യൂസ്ഫുൾ വർക്കായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഫൈനലി അറ്റ് 0.6 ദ ഗ്യാസ് ആർ ഫൈനലി എക്സ്പെൽഡ് ഔട്ട് ടു ദ അറ്റ്മോസ്ഫിയർ. സോ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 2 ടർബൈൻ ഉണ്ട്. ഫസ്റ്റ് ഹൈ പ്രഷർ ടർബൈനും രണ്ടാമത്തെ ലോ പ്രഷർ ടർബൈനും. പിന്നെ ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് കിട്ടുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്രസർ വർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ പെർഫെക്റ്റ് റീഹീറ്റിംഗ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കതിൻ്റെ TS ഡയഗ്രം നോക്കാം. ഇപ്പോൾ TS ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഐഡിയൽ സൈക്കിൾ. അപ്പോൾ ഒരു ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ TS ഡയഗ്രം ഇവിടെ വരച്ചിട്ടുള്ളത്. 1 2 3 4 5 6 ആണ് പ്രോസസ്സ് നടക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് റൈറ്റ് സൈഡിൽ എഴുതിയെന്ന T3 ഈക്വൽ ടു T5 ഫോർ പെർഫെക്റ്റ് റീഹീറ്റിംഗ്. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് റീഹീറ്റിംഗ് ആണ്. കാരണം ഇവിടെ T3 ആ ടെമ്പറേച്ചർ അറ്റ് 0.3 ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് 0.5 എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച റീഹീറ്റർ ഒരു പെർഫെക്റ്റ് റീഹീറ്ററാണ്.
കൃത്യം എത്രയാണോ മുമ്പുണ്ടായ ടെമ്പറേച്ചർ അതേ ടെമ്പറേച്ചറിലേക്ക് അത് വീണ്ടും ഹീറ്റ് അത്രയും ഹീറ്റ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സ് നമുക്കറിയാം 1 to 2 കംപ്രസർ വർക്ക്, 2 to 3 എന്താണ് ഹീറ്റ് എഡീഷൻ ആണ്, 3 to 4 ഹൈ പ്രഷർ ടർബൈനിലെ എക്സ്പാൻഷൻ പ്രോസസ്സാണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ദെൻ 4 to 5 ആണ് നമ്മൾ റീഹീറ്ററിന് കൊടുക്കുന്ന റീഹീറ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഹീറ്റ്. 5 to 6 നമുക്ക് യൂസ്ഫുൾ വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വർക്ക് ഫ്രം ദി ലോ പ്രഷർ ടർബൈനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ TS ഡയഗ്രാം. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് വർക്ക് ഡൺ ഇവിടെ പറയുന്നത് രണ്ട് ടർബൈൻ വർക്ക് എത്രയാണ് വർക്ക് ഡൺ ബൈ ദ ഹൈ പ്രഷർ ടർബൈൻ പ്ലസ് വർക്ക് ഡൺ ബൈ ദ ലോ പ്രഷർ ടർബൈൻ മൈനസ് വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. പക്ഷേ ഇവിടെ നമുക്കറിയാം ഹൈ പ്രഷർ ടർബൈൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കംപ്രസർ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. സോ അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താണ് നെറ്റ് വർക്ക് പറയുന്നത് നമ്മളെ ടർബൈൻ വർക്ക് മാത്രമാണ് നെറ്റ് വർക്കായിട്ട് വരുന്നത്. ലോ പ്രഷർ ടർബൈൻ വർക്ക് മാത്രമാണ് നെറ്റ് വർക്കായിട്ട് വരുന്നത്. അത് എത്രയാണ്? ലോ പ്രഷർ ടർബൈൻ വർക്ക് എത്രയാണ്? T5 മൈനസ് T6 ആണ് ലോ പ്രഷർ ടർബൈൻ്റെ വർക്ക്. അതുപോലെ തന്നെ ഇവിടെ ഹീറ്റ് സപ്ലൈഡ് എത്രയാണ്? നമ്മൾ രണ്ട് സ്ഥലത്ത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അന്ന് ഫസ്റ്റ് കമ്പഷൻ ചേമ്പറിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എത്രയാണ്? MCP ഡെൽറ്റ T, അതായത് CP ഇൻറ്റു T3 മൈനസ് T2. TS ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് T3 മൈനസ് T2 അല്ലേ. അതുപോലെ നമ്മൾ പിന്നെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? റീഹീറ്റ് ആണ്. റീഹീറ്റിങ്ങിൽ നമ്മൾ വീണ്ടും ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഏതാണ്? T5 മൈനസ് T4 ആണ്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്താണ്? CP ഇൻറ്റു T3 മൈനസ് T2 പ്ലസ് CP ഇൻറ്റു T5 മൈനസ് T4. അപ്പോൾ റെഡിങ് അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നത് റീഹീറ്റ് സമയത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റാണ്. അപ്പോൾ തെർമൽ എഫിഷ്യൻസി പറയുന്നത് എന്താണ്? നെറ്റ് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. അതായത് T5 മൈനസ് T6 ബൈ T3 മൈനസ് T2 പ്ലസ് T5 മൈനസ് T4 ആയിരിക്കും തെർമൽ എഫിഷ്യൻസി വരുന്നത്. ഏതാണ്? റീഹീറ്റ് ഗ്യാസ് ടർബൈൻ്റെ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്ച്വൽ സൈക്കിൾ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ആക്ച്വൽ സൈക്കിൾ നോക്കിയതാണ് അല്ലേ. നമ്മൾ ഐഡിയൽ ബ്രാറ്റൺ സൈക്കിൾ കഴിഞ്ഞ പാട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എന്താണ് ഡീവിയേഷൻ ഫ്രം ദി ഐഡിയൽ സൈക്കിൾ, അതായത് ആക്ച്വൽ സൈക്കിൾ അതെങ്ങനെയാണ് ഡിവൈറ്റ് ചെയ്യുന്നത്, വൈ ഇറ്റ് ഈസ് ഡിവൈറ്റിംഗ്, എങ്ങനെയാണ് അതിൻ്റെ TS ഡയഗ്രാം നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ആക്ച്വൽ സൈക്കിളിൽ ദ സെയിം റീഹീറ്റിംഗ് ബ്രാറ്റൺ സൈക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റീഹീറ്റിംഗ് സൈക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് ആക്ച്വൽ സൈക്കിളാണ്. 1 to 2 2 to 3 ഒക്കെ ആയിരുന്നു നമ്മളെ ഐഡിയൽ സൈക്കിളിലെ പ്രോസസ്സ്. പക്ഷേ ഇവിടെ നോക്കിയ റെഡിങ്ങിൽ കാണിക്കുന്ന പോയിൻറ്റ്സ് മാത്രമാണ് ഇതിൽ വരുന്ന ആക്ച്വൽ സൈക്കിൾ. 1, 2, 3, 4, 5, 6 അതാണ് ആക്ച്വൽ സൈക്കിൾ വരുന്നത്. അപ്പോൾ 4 to 5 ആണ് ഇവിടെ നടക്കുന്ന റീഹീറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ റീഹീറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഫിഗർ നോക്കി നമുക്കറിയാം നെറ്റ് വർക്ക് ഔട്ട്പുട്ട് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി ലോ പ്രഷർ ടർബൈനാണ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ടർബൈൻ്റെ വർക്ക് ഔട്ട്പുട്ട് പറയുന്നത് ഏതാണ്? 5 to 6 ആണ് നമ്മളെ ലോ പ്രഷർ ടർബൈൻ്റെ വർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ അത് എത്ര വരും? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്ത് റീഹീറ്റിംഗ് എത്രയാണ്? CP ഇൻറ്റു T5 മൈനസ് T6 അല്ലേ. റീഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്ക് ഔട്ട്പുട്ട് T5 മൈനസ് T6 ആണ്. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ്. ഇൻ കേസ് റീഹീറ്റിംഗ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് എത്രയാണ്? അപ്പോൾ റീഹീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ നോക്കിയേ 4 to 5 ആണ് റീഹീറ്റിംഗ് പ്രോസസ്സ്. ഇൻ കേസ് റീഹീറ്റിംഗ് നടക്കുന്നില്ലെങ്കിലോ 4 to 5 നടക്കുന്നില്ല, അപ്പോൾ 5 to 6 എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഏത് പ്രോസസ് ആയിരിക്കും ഉണ്ടാകുന്നത്? 3 to 4 കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത് കിട്ടുന്ന പ്രോസസ്സ് ഏതായിരിക്കും? 4 to L ആയിരിക്കും. അപ്പോൾ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ് എത്രയായിരിക്കും? CP ഇൻറ്റു T4 മൈനസ് TL ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും CPG ആണത് CP ഓഫ് ഗ്യാസ് ആണ്. കാരണം CP ഓഫ് എയറും ഗ്യാസും ഉണ്ട്, അതുകൊണ്ടാണ് അത് CPG എന്ന് എഴുതിയത്. അപ്പോൾ CPG ഇൻറ്റു T4 മൈനസ് TL ആണ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോട്ട് നോക്കാം. സിൻസ് ദ പ്രഷർ ലൈൻസ് ഡൈവേർജസ് ടു ദ റൈറ്റ് ഓൺ TS ഡയഗ്രാം. നമ്മൾക്ക് TS ഡയഗ്രാം നോക്കിയാൽ നമുക്കറിയാം, എല്ലാ TS ഡയഗ്രാം നോക്കിയാൽ നമ്മൾ പ്രഷർ ലൈൻസ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് അത് ഡൈവേർജ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ, അതിൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ട് വരും. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്കത് നോക്കി ഇത് കമ്പയർ ചെയ്ത് അപ്പോൾ T5 മൈനസ് 5 to 6 4 to L പ്രോസസ്സ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 4 to L നോക്കിയേ, അത് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് 5 to 6 ഉള്ളത് അല്ലേ. 4 L പ്രോസസ്സും 5, 6 എന്ന രണ്ട് പ്രോസസ്സ് കമ്പയർ ചെയ്താൽ
5-6 പ്രോസസ്സിൻ്റെ വിടുത്താണ് കൂടുതൽ. കാരണം റൈറ്റ് സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് ടി എസ് ഡയഗ്രാം എന്താണ്, ഈ പ്രഷർ ലൈൻസ് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും 5 - 6 വിൽ ബി ഗ്രേറ്റർ ദാൻ 4 - L ഡാഷ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, T5 - T6 വിൽ ബി ഗ്രേറ്റർ ദാൻ T4 - TL ഡാഷ്. എന്ന് വെച്ചാൽ റീഹീറ്റിംഗ് നടത്തുമ്പോൾ ഉള്ള വർക്ക് ഔട്ട്പുട്ട് കൂടുതലാണ്, റീഹീറ്റിംഗ് നടത്താത്തപ്പോൾ ഉള്ള വർക്ക് ഔട്ട്പുട്ടിനേക്കാളും കൂടുതലാണ് റീഹീറ്റിംഗ് നടത്തുമ്പോൾ വർക്ക് ഔട്ട്പുട്ട് അല്ലേ. ദാറ്റ് മീൻസ് റീഹീറ്റിംഗ് ഓൾവേസ് ഇൻക്രീസസ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. സെക്കൻഡ് കാര്യം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് നോട്ടായിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്, ഓൾദോ നെറ്റ് വർക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ റീഹീറ്റിംഗ്, ദ ഹീറ്റ് ടു ബി സപ്ലൈഡ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് നെറ്റ് എഫക്റ്റ് ക്യാൻ ബി ടു റെഡ്യൂസ് ദ തെർമൽ എഫിഷ്യൻസി. എന്താണ്, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഇവിടെ ഇൻക്രീസ് ആകുന്നുണ്ട്, പക്ഷേ നമ്മൾ റീഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ തെർമൽ എഫിഷ്യൻസി കുറയുകയാണ്. എന്തുകൊണ്ടാണ്, നമ്മളിവിടെ കമ്പഷൻ ചേമ്പറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൂടാണ് നമ്മൾ റീഹീറ്ററിലും ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ യൂഷ്വൽ ഒരു സിമ്പിൾ ഗ്യാസ് ടർബൈനിൽ ആഡ് ചെയ്യുന്ന ഹീറ്റിനേക്കാളും കൂടുതൽ ഹീറ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ നെറ്റ് നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ആഡഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഹീറ്റ് വർക്ക് ഔട്ട്പുട്ടിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ വാല്യൂ ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തെർമൽ എഫിഷ്യൻസി നമുക്ക് കുറവാണ് കിട്ടുന്നത് റീഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ റീഹീറ്റിംഗ് അലോൺ ആക്ച്വലി ഡിക്രീസസ് തെർമൽ എഫിഷ്യൻസി. അപ്പോൾ അതാണ് നമുക്ക് സെക്കൻഡ് പോയിൻ്റായിട്ട് ഇവിടെ മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഒരു ആക്ച്വൽ സൈക്കിളിൻ്റെ കേസിൽ ഹീറ്റ് സപ്ലൈഡ് വിൽ ബി CP × T3 - T2 ഡാഷ് പ്ലസ് CP × T5 - T4 ഡാഷ്. അപ്പോൾ നമുക്ക് ഇവിടെ തെർമൽ എഫിഷ്യൻസി കിട്ടും. ആക്ച്വൽ സൈക്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് T5 - T6 ഡാഷ് ഡിവൈഡ് ബൈ T3 - T2 ഡാഷ് പ്ലസ് T5 - T4 ഡാഷ്. അപ്പോൾ ഫൈനലായിട്ടുള്ള നോട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൺലി റീഹീറ്റ് അക്കമ്പനീഡ് വിത്ത് റീജനറേഷൻ ക്യാൻ ഇംപ്രൂവ് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ റീഹീറ്റ് അലോൺ കാൺട്ട് ഇംപ്രൂവ് തെർമൽ എഫിഷ്യൻസി ഓഫ് ദി ഗ്യാസ് ടർബൈൻ സൈക്കിൾ. ഓൺലി വെൻ റീഹീറ്റ് അക്കമ്പനീഡ് വിത്ത് റീജനറേഷൻ ക്യാൻ ഇംപ്രൂവ് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റീഹീറ്റ് പ്രോസസ്സ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻ്റർകൂളിംഗ് പ്രോസസ്സാണ് നോക്കുന്നത്. താങ്ക് യു.